പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും ബ്രിസ്റ്റോളിൽ നിന്നുള്ള സ്നേഹവന്ദനം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ലോക ചരിത്രത്തിലെ ക്രൈസ്തവ ഏടുകളിൽ എന്നും രേഖപ്പെടുത്തിയിരിക്കുന്ന സകല സാധ്യതകളും സാഹചര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സുവിശേഷത്തിൻ്റെ ശക്തി, ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുമ്പ് യേശു പറഞ്ഞു, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകണം. ആ ദൗത്യ നിർവഹണത്തിന് വേണ്ടി അപ്പോസ്തലന്മാരുടെ കാലത്തിന് ശേഷം ജോൺ വെസ്ലി എന്ന് പറയുന്ന ശക്തനായ ഒരു ദൈവമനുഷ്യനെ ദൈവം ഉപയോഗിക്കുവാനിടയായി. ഒരുപാട് പ്രതിബന്ധനങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ആ പ്രതിബന്ധനങ്ങളെല്ലാം തള്ളി മാറ്റിക്കൊണ്ട് സുവിശേഷത്തിൻ്റെ ശക്തിയെ 4 ചുവരുകളുടെ വെളിയിലേക്ക് കൊണ്ടുവന്ന ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട അനുഗ്രഹീതനായ ദൈവത്തിൻ്റെ ദാസൻ ജോൺ വെസ്ലി. അദ്ദേഹം പ്രസംഗം നടത്തിയ പുൾപിറ്റും അദ്ദേഹം പാർത്ത വീടും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ മുറിയും ഇന്ന് മ്യൂസിയമായി സൂക്ഷിക്കപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഓർമ്മകൾ നിലനിൽക്കുന്ന ബ്രിസ്റ്റോളിലെ അനുഗ്രഹീതമായ ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസിലാണ് ഞാൻ നിൽക്കുന്നത്. ജോൺ വെസ്ലിയുമായിട്ടുള്ള ഒരുപാട് ഓർമ്മകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇത് ജോൺ വെസ്ലിയുടെ കാലഘട്ടത്തിൽ അദ്ദേഹം ഉപയോഗിച്ച സാധനങ്ങളുടെയൊക്കെ പ്രദർശനമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. തികഞ്ഞ ആത്മാഭിമാനവും സന്തോഷമുണ്ട്. അദ്ദേഹത്തിൻ്റെ ചരിത്രവും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാമുറികളിലുമെല്ലാം സന്ദർശിക്കുമ്പോൾ ദൈവം ഒരു മനുഷ്യനെ ഉപയോഗിച്ച് തുടങ്ങിയാൽ ഏതു സാഹചര്യങ്ങളെയും ദൈവത്തിന് അനുകൂലമാക്കാൻ പറ്റും. സുവിശേഷത്തിൻ്റെ ശക്തിയെ ഒരു പാതാള ഗോപുരങ്ങൾക്കും തടഞ്ഞു നിർത്താൻ കഴിയത്തില്ല എന്നതിൻ്റെ തെളിവാണ് ജോൺ വെസ്ലിയുടെ ഓരോ ചരിത്രത്തിൻ്റെ സ്മരണകൾ നിലനിൽക്കുന്ന സംഭവങ്ങളും ഈ രാജ്യത്ത് കാണുമ്പോൾ. ആ കാലഘട്ടത്തിൽ 1929-30 കാലഘട്ടത്തിൽ തുറസായ സ്ഥലങ്ങളിൽ സുവിശേഷത്തിൻ്റെ ശക്തമായ പ്രകടനം, കുതിരപ്പുറത്ത് സഞ്ചരിച്ച് സുവിശേഷം പ്രസംഗിക്കുന്ന ദൈവമനുഷ്യൻ എന്ന പേരും ജോൺ വെസ്ലിക്ക് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ, അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ, അടിമ നുകത്തിൽ കുടുങ്ങിപ്പോയ സാമൂഹ്യ പ്രതിബദ്ധത നിഷേധിക്കപ്പെട്ട ആൾക്കാരുടെ മോചനത്തിനു വേണ്ടി ശക്തമായ പോരാട്ടങ്ങൾ ജോൺ വെസ്ലി നടത്തുവാനിടയെത്തിരുന്നു. രാജാക്കന്മാരെയോ അനീതിയോടെ പ്രവർത്തിച്ച യാതൊരു തിന്മകളെയും വകവയ്ക്കാതെ ശക്തമായിട്ട് അദ്ദേഹം തൻ്റെ പ്രഭാഷണവും ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടിയുള്ള ശക്തമായ എഴുത്തുകളും ജോൺ വെസ്ലി തുടങ്ങി. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ കട്ടിലാണ്. അദ്ദേഹം ഈ തണുപ്പുള്ള രാജ്യത്ത് ഉപയോഗിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ കോട്ടും കാര്യങ്ങളൊക്കെയാണ്. അദ്ദേഹത്തിൻ്റെ ജോൺ വെസ്ലിയുടെ എഴുത്തിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഉള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമയാണ്. അതിമനോഹരമായ കാഴ്ചകൾ. ജോർജ് മുള്ളറും ജോൺ വെസ്ലിയുമെല്ലാം ശക്തമായ സുവിശേഷത്തിൻ്റെ വക്താക്കളും പോരാട്ട വീര്യം കാഴ്ചവെച്ചവരുമായിരുന്നു. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾക്ക് അതിനെ ജയിക്കാൻ കഴിയത്തില്ല എന്ന യേശു കർത്താവിൻ്റെ ഉന്നതമായ പ്രഖ്യാപനം, ആ പ്രഖ്യാപനം ഈ അഭിഷിക്തന്മാരായ ദൈവത്തിൻ്റെ ദാസന്മാരുടെ ഹൃദയത്തിൽ അവർ ഏറ്റെടുത്തു. രാജ്യങ്ങൾക്കോ രാജാക്കന്മാർക്കോ സുവിശേഷത്തിൻ്റെ ശക്തിയെ തടഞ്ഞു നിർത്താൻ കഴിയത്തില്ല. അതതിൻ്റെ ശക്തിയോടുകൂടി ജൈത്രയാത്ര തുടരുക തന്നെ ചെയ്യും എന്ന് തെളിയിക്കപ്പെട്ട അനുഗ്രഹീതമായ ഒരുപാട് ഓർമ്മകളുടെ സ്മരണകൾ. അദ്ദേഹം പ്രസംഗിച്ച പുൾപിറ്റും പാർത്ത വീടും ഒക്കെ ഒരുപാട് ചരിത്രത്തിൻ്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന വലിയ വലിയ മൂമെൻറ്റുകളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഞാൻ ഇപ്പോൾ ആയിരിക്കുന്നത് ബ്രിസ്റ്റോളിലെ ജോൺ വെസ്ലിയുടെ പ്രാർത്ഥനാ ഭവനത്തിലും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും പ്രാർത്ഥനകളും നടന്ന സ്ഥലത്താണ്. ജോൺ വെസ്ലി ഈ സ്ഥലത്തിരുന്നാണ് കൂടുതൽ സമയം പ്രാർത്ഥിച്ചത്. ചരിത്ര പ്രാധാന്യമുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യവും
ദൈവശബ്ദങ്ങളും ഒരുപാട് കേട്ട് ലോക ചരിത്രത്തിൽ ക്രൈസ്തവ സഭയുടെ മുന്നേറ്റത്തിന് ഒരുപാട് മാനവികതയും മനുഷ്യത്വപരമായ ഇടപെടലുകൾക്ക് കാരണമായി തീരുന്ന ഈ സ്ഥലത്ത് കടന്നു വന്ന് കാണാനും പ്രാർത്ഥിക്കാനും ഒരുക്കുന്ന അവസരത്തിനായി സ്തോത്രം. ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഞങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി, ഇംഗ്ലണ്ടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യുകെയുടെ എല്ലാ മേഖലകളിലും പഴയ കാലത്ത് ഞങ്ങളുടെ പിതാക്കന്മാരുടെ മേൽ വെളിപ്പെട്ട അപ്പോസ്തലിക അധികാരവും ദൈവിക ഉണർവും ദൈവം അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭൂമിയുടെ അറ്റത്തോളം കർത്താവിൻ്റെ വചനത്തിൻ്റെ സാക്ഷ്യവും അപ്പോസ്തലിക അധികാരങ്ങളും ദൈവം വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസഭയ്ക്കെതിരെ പൈശാചിക മാനുഷിക ശക്തികൾ ദുരുപദേശങ്ങൾ കൊണ്ടും മറ്റിതര മേഖലകളിലും ദൈവസഭയുടെ പ്രവർത്തനങ്ങൾക്കെതിരെ പോരാടി നിൽക്കുമ്പോൾ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം ഞങ്ങളുടെ ദൈവമാണ്. സത്യത്തിൻ്റെ സാക്ഷികളായി, വിശ്വസ്ത സാക്ഷികളായി ദൈവവചനത്തിന് വേണ്ടി നിൽക്കുവാൻ ദൈവം കൃപ നൽകണമേ. പണ്ടത്തെ പോലെ ഒരു ഉണർവ് ഞങ്ങളുടെ ഇടയിൽ അയക്കണമേ. പച്ചപ്പുഴുവും വെട്ടിക്കിളിയും തുള്ളനും ഒക്കെ തകർത്ത് കളഞ്ഞതിനെ ദൈവം വീണ്ടും ഞങ്ങൾക്ക് മടക്കി തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ദാസനായ ജോൺ വെസ്ലി പ്രാർത്ഥിച്ച ഈ സ്ഥലത്ത് ഒരുപാട് ചരിത്രങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. ദൈവനാമത്തിൻ്റെ മഹത്വത്തിൻ്റെ ശക്തിമേറിയ പ്രദർശനങ്ങളും പ്രവർത്തികളും വെളിപ്പെട്ടതുപോലെ ദൈവം ഞങ്ങളെ ഉപയോഗിക്കണമേ എന്ന് ദൈവത്തോട് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്വർഗം വലിയ ഉണർവുകൾ അയക്കണമേ. ഈ രാജ്യത്തിൻ്റെ മേൽ വ്യാപരിക്കുന്ന എല്ലാ ഇരുട്ടിൻ്റെ ആധിപത്യങ്ങളും ദൈവസഭയുടെ വളർച്ചയ്ക്കെതിരെ, സുവിശേഷത്തിൻ്റെ ശക്തിക്കെതിരെ വ്യാപരിക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളുടെ മേൽ ഞങ്ങൾക്ക് ജയം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളേൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.